നമസ്കാരം. ബ്രാഞ്ച് തലം മുതൽ പരാജയത്തിന്റെ കാരണം പരിശോധിച്ച പാർട്ടി നേതൃത്വം വിമർശനങ്ങളുടെ കെട്ട് ഉയർന്ന പാർട്ടി ഘടകത്തിലേക്ക് എത്തിയപ്പോൾ വിഴുങ്ങി. തിരിച്ചടികളെ പരിശോധിച്ച് തിരുത്തിക്കൊണ്ടാണ് പാർട്ടി മുന്നോട്ടു പോകുമെന്ന ആഹ്വാനത്തിനും അതോടെ പൂട്ടുവീണു. പാർട്ടി സ്വയം വിമർശനം നേരത്തെ നടത്തി എന്നാണ് ഇക്കഴിഞ്ഞ ദിവസം സംസ്ഥാന സെക്രട്ടറി നടത്തിയ പരാമർശം. പക്ഷേ തൊഴിലാളി പാർട്ടിക്കുള്ളിലെ എല്ലാവർക്കും ആ അഭിപ്രായമല്ലെന്ന് സുവ്യക്തമാക്കുന്നതാണ് എം.എ. ബേബിയും തോമസ് ഐസക്കും പി. രാജീവും നടത്തുന്ന തിരുത്തുകൾ. പിന്നീട് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കാരണം മയപ്പെട്ട് പറഞ്ഞുവെങ്കിൽ കൂടി തിരുത്തലിന്റെ കാറ്റ് വീശുന്നുണ്ട് എം.വി. ജയരാജന്റെ ചാനൽ അഭിമുഖത്തിലെ പരാമർശത്തിലും. പാർട്ടിയുടെ തെറ്റായ ശൈലിയെ മാറ്റാൻ തന്നെയാണോ ഇക്കൂട്ടരുടെ തയ്യാറെടുപ്പ്? തിരുത്താൻ കരുതി കൂട്ടിയോ? മിഡിൽ ഈസ്റ്റ് ഡിബേറ്റിലേക്ക് സ്വാഗതം. ഞാൻ അഖില രവീന്ദ്രൻ. നേതൃത്വത്തിലിരുന്ന് ആ പാർട്ടിക്കെതിരായി, സ്വന്തം പാർട്ടിക്കെതിരായി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഗോവിന്ദൻ. അത് നശിക്കട്ടെ എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ജില്ലയായ കണ്ണൂരിൽ 5 സീറ്റ് UDF ജയിച്ചിരിക്കുന്നു. അയാൾക്ക് യാതൊരു ഉളുപ്പുമില്ല, ഒരു വിഷമവുമില്ല, നാണമില്ല അയാൾക്ക് ആ സീറ്റിലിരിക്കാൻ. ഗോവിന്ദനോട് കാര്യം മനസ്സിലാക്കണം, വായടക്കുന്നതാണ് നല്ലത്. അങ്ങനെ ഒറ്റ സീറ്റിലേക്ക് ഈ പാർട്ടിയെ കേരളത്തിൽ എത്തിച്ച ഈ ഗോവിന്ദന് നാണമില്ല സംസാരിക്കാൻ. ആ സ്ഥാനം രാജിവെച്ച് നോക്കണം. നിങ്ങൾ എന്തിനാണ് ഇതിൻ്റെ മേലിൽ ഞാൻ കടക്കരുവിനെ പോലെ തൂങ്ങിക്കിടക്കുന്നത്? വർഗവഞ്ചകൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഗോവിന്ദൻ അറിയില്ല. തെറ്റുപറ്റിയാൽ ആര് തിരുത്തിയാലും നല്ലതാണ്. തിരുത്താത്തവർ ചരിത്രത്തിൻ്റെ ചവിറ്റുകൂട്ടയിലായിരിക്കും. വ്യക്തിയായാലും പാർട്ടിയായാലും ഭാരവാഹിയായാലും. പിണറായിക്ക് പവറിനൊന്നും ഒരു കുറവില്ല. കേരളത്തിലെ മോസ്റ്റ് പവർഫുള്ളായ രാഷ്ട്രീയ നേതാവായി പലരും സുഖമില്ല. കൂടെയുള്ളവരെ ചുമക്കേണ്ട ബാധ്യതയാണ് ഇപ്പോൾ പിണറായിക്ക് വന്നിരിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഷിജി അന്ന ജോസഫ്, ഇൻകാസ് UA ജനറൽ സെക്രട്ടറി, ഖാദർ കുട്ടി, KMCC, പുഷ്പരാജ് BJP സഹയാത്രികൻ. ആദ്യം ഷിജി അന്ന ജോസഫിലേക്കാണ്. ഷിജി, ഇതിപ്പോൾ കുറച്ചു മുൻപാണ് നമ്മൾ കേട്ടത് G. സുധാകരന്റെ പരാമർശം. പിണറായി ഇപ്പോഴും പവർഫുൾ നേതാവ് തന്നെയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഈ വിമതരെല്ലാം ആവർത്തിച്ചുന്നയിക്കുന്നതും ആ തരത്തിൽ തന്നെയാണ്. ആരും കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ ഉണ്ടായിട്ടുള്ള തിരുത്തലുകളെ, തിരുത്തേണ്ട ഘടകങ്ങളെ തിരുത്തിക്കൊണ്ടേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് ആവർത്തിച്ചുകൊണ്ടാണ് വിമതരെല്ലാം പുറത്തിറങ്ങിയതും UDF പിന്തുണയോടെ അവര് മത്സരിച്ച് വിജയിച്ച് കയറി നിയമസഭയിൽ ഇപ്പോൾ ഇരിക്കുന്നതും. അപ്പോൾ എന്തു തിരുത്തലാണ് ഈ പാർട്ടി നടത്തേണ്ടത്? ആ തിരുത്തലിനുള്ള പ്രേരണ ആ ഉള്ളിൽ നിന്ന് തന്നെ പുറത്തേക്ക് വരുന്നതാണോ കാണുന്നത് ഈ നേതാക്കളുടെ പരാമർശങ്ങളിലൂടെ? നമസ്കാരം. തീർച്ചയായിട്ടും പാർട്ടിക്ക് അകത്ത് തന്നെ ഒരു തിരുത്തലാണ് പാർട്ടി അംഗങ്ങൾ ആഗ്രഹിക്കുന്നത്. LDF അല്ലാതെ മറ്റാരുണ്ടെന്നുള്ള ആ ഒറ്റൊരു വാക്യം ഇന്ന് പല നേതാക്കളും, രാജീവിനെ പോലുള്ള നേതാക്കൾ പല പ്രാവശ്യം ആവർത്തിക്കുന്നത്. അത് വേണ്ടായിരുന്നു. നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കണ്ടേ. ഇപ്പൊ MLA സുധാകരൻ പറഞ്ഞൊരു കാര്യം, കണ്ണൂര് എത്രത്തോളം, കണ്ണൂർ പാർട്ടിയുടെ നമ്മൾ പറയുന്ന CPM-ന്റെ കോട്ടയായ കണ്ണൂര് മുഴുവൻ UDF പിടിച്ചെടുത്തപ്പോ അത് കണ്ടില്ല എന്ന് നടിക്കുന്ന അധികാരമോഹികളായ ഇപ്പോഴത്തെ ഒരു പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറിയെയും നമ്മൾക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. കാരണം ഒന്ന് ഒരാളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന എന്താണെന്ന് ചോദിച്ചാൽ മകൾക്ക് വേണ്ടി ഒരു ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നു. പാർട്ടി സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളം 4 വർഷം MLA ആയിട്ടും 5ാമത്തെ വർഷം വീണ്ടും തന്റെ ഭാര്യ, തളിപ്പറമ്പ് പോലെയുള്ള മണ്ഡലത്തിൽ ആര് നിന്നാലും കുഴപ്പമില്ല, അവിടെ ജയിച്ചിരിക്കും. കാരണം പാർട്ടി അംഗങ്ങളുടെ തീരുമാനത്തിന് ഒരു വിലയും കൊടുക്കാതെ 54 വർഷം സ്വന്തം ജീവിതം വരെ പാർട്ടിക്ക് വേണ്ടി മാറ്റിവെച്ച ഇന്നത്തെ MLA അന്ന് പറഞ്ഞു, ആരെങ്കിലും മറ്റൊരാൾ വന്ന് മത്സരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ അത് പറ്റില്ല. ദാഷ്ട്യത്തോടു കൂടി അദ്ദേഹം പറഞ്ഞത് എന്റെ ഭാര്യ മത്സരിക്കട്ടെ എന്ന്. ഇവിടെ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവിടെ ജെയിംസ് മാത്യു എന്ന മുൻ MLA-യുടെ ഭാര്യ സുകന്യ ടീച്ചർ അതിന് ശരിക്കും അർഹയായിരുന്നു. കാരണം അവർ ഒരുപാട് കാലം ഇതിനു വേണ്ടിയിട്ട്, പാർട്ടിക്ക് വേണ്ടിയിട്ട്, പാർട്ടി പല ഭാരവാഹിത്വത്തിനും ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന അവരെ അന്ന് തളിപ്പറമ്പിലുള്ള എല്ലാ അണികളും ഇവരോട് പറഞ്ഞതാണ് സുകന്യ ടീച്ചർ വരട്ടെ എന്ന് പറഞ്ഞപ്പോ ഈ പാർട്ടി സെക്രട്ടറിയുടെ ഒരു കടുംപിടുത്തം കൊണ്ടാണ് സ്വന്തം ഭാര്യ അവിടെ നിർത്തി ജയിപ്പിച്ച് വീണ്ടും MLA ആക്കി അധികാരമോഹികളായി മാറിയിരിക്കുന്നു ഇവർ രണ്ടുപേരുമെന്നും അണികൾക്ക് അത് തിരിച്ചറിഞ്ഞതിന്റെ ഫലമാണ് ഇന്ന് 102 സീറ്റോട് കൂടി അധികാരത്തിൽ UDF-നെ എത്തിച്ചെന്ന് പറയാൻ ധൈര്യപൂർവ്വം സാധിക്കും. വേറൊരു കാര്യം നമ്മൾ കണ്ടത്, കേരളത്തില് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒരേ ഒരു ബോർഡാണ്
ഈ പിണറായി വിജയന്റെ മാത്രം ഇലക്ഷൻ സമയത്ത് ഞാൻ എടുത്തു പറയേണ്ട കാര്യം നിങ്ങൾ എല്ലാവരും കണ്ടോ തന്നെയല്ലേ, ആ MLA ആയിട്ട് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്കല്ല അവിടെ ഇമ്പോർട്ടന്റ് ഉള്ളത്. എല്ലാ 100 മീറ്ററിലും വളരെ ഉയരത്തില് എക്സ്പെൻസീവ് ആയിട്ടുള്ള ബോർഡുകൾ, അത് ഫ്ലെക്സ് ബോർഡല്ലേ, LED ലൈറ്റിൽ വരെയുള്ള ബോർഡുകൾ സ്ഥാപിച്ചുകൊണ്ട് അതിനെ അവിടെ വെച്ചിരിക്കുന്നത് പിണറായി വിജയന്റെ ഫോട്ടോയാണ്. കാരണം ഇപ്പോഴത്തെ ഈ പാർട്ടിയുടെ എല്ലാം ഒരു സെൻട്രലൈസ് ആയിട്ട് ഒരാളിലോട്ട് ഒതുങ്ങിക്കൂടി അവരാണെങ്കിലോ ആ പാർട്ടി കിട്ടിയ ഫണ്ട് കൊണ്ട് എങ്ങനെയൊക്കെ ദുർവിനിയോഗം ചെയ്തുകൊണ്ട് അതിനുള്ള ആരെങ്കിലുമൊക്കെ ദുർവിനിയോഗം ചെയ്ത പയ്യന്നൂർ ധനപാലന്റെ ഒരു രക്തസാക്ഷിയുടെ ഫണ്ട് വിനിയോഗിച്ചു എന്ന് ഇന്നത്തെ MLA പറഞ്ഞതിന്റെ പേരിൽ ആ പ്രതിയെ സംരക്ഷിക്കുകയും അതെതിരെ ചൂണ്ടിക്കാണിച്ച വ്യക്തിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തത് കണ്ടപ്പോഴാണ് പയ്യന്നൂർ പോലെയുള്ള മണ്ഡലത്തിൽ ഇന്ന് ഒരു സാധു മനുഷ്യൻ MLA ആയിട്ട് ഓട്ടോറിക്ഷയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. യഥാർത്ഥ ഒരു മാർക്സിസ്റ്റുകാരന്റെ, ഒരു CPM-കാരന്റെ യഥാർത്ഥ സ്വഭാവമാണ് അവിടെ നമ്മൾ കണ്ടത്. ഇന്നും ആലപ്പുഴയുടെ MLA പറഞ്ഞതും ഇതുപോലെ തന്നെയാണ്. അതെ, പാർട്ടിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ദിനം പ്രതി പാർട്ടിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ 2 പേര് തന്നെയാണ് ഈ പാർട്ടിയുടെ അധപ്പതനത്തിന് കാരണമെന്ന് ഓരോ സഖാക്കളും എടുത്തു പറയുന്നത് യഥാർത്ഥ രാഷ്ട്രീയക്കാരാണ് കേട്ടോ. നമ്മൾ കണ്ടത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. പിണറായി വിജയന്റെ പേര് പറഞ്ഞ് തിരുവാതിര കളിപ്പിക്കുക. ആരൊക്കെയാണ് ഓശാന പാടിക്കൊണ്ട് ഇവരുടെ പിന്നാലെ ഉള്ളവരെ മാത്രം പ്രൊമോട്ട് ചെയ്യുകയും ഇവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരെ ഇന്നത്തെ തളിപ്പറമ്പിന്റെ MLA-യുടെ ഭാര്യയെ വരെ വളരെ മോശമായിട്ട് ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. കാരണം ഭർത്താവിനെ സപ്പോർട്ട് ചെയ്തു. ഒരു ഭാര്യ ഭർത്താവിനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളൊരു കാരണം കൊണ്ടാണ് ആ സ്ത്രീയെ പാർട്ടിയിൽ നിന്ന് അവർ പുറത്താക്കിയത്. എന്തിനു വേണ്ടി? സ്വന്തം ഭാര്യയെ തളിപ്പറമ്പ് മണ്ഡലത്തിൽ നിർത്തി ജയിപ്പിക്കുന്നതിന് വേണ്ടി. ഞാൻ ഇന്നത്തെ MLA-യുടെ കൂടെ ഓരോ ഞങ്ങളുടെ അവിടെയുള്ള പഞ്ചായത്തുകളിലെ ഇലക്ഷൻ എന്ന് പോയപ്പോ ഞാൻ കണ്ടതാണ് ഈ സഖാക്കള് അദ്ദേഹത്തോട് കാണിക്കുന്ന സ്നേഹം മലപ്പെട്ട മൊഴിയെ. കാരണം അവിടെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇദ്ദേഹത്തെ ഇന്നത്തെ MLA അന്ന് സപ്പോർട്ട് ചെയ്തു എന്ന് കാണുമ്പോൾ അവരെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നത് കൊണ്ട് അവർ സൈലന്റ് ആയിട്ട് അദ്ദേഹത്തെ അവരെ കാണിക്കാൻ വേണ്ടി കൂകി വിളിച്ചെങ്കിലും ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയത് മലപ്പട്ടം പഞ്ചായത്തിൽ നിന്ന് തന്നെയാണ് എന്ന് കാണുമ്പോൾ നമ്മൾക്ക് ഒരു കാര്യം നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഇവരുടെയൊക്കെ മനസ്സിൽ തികച്ചും വെറുപ്പിന്റെ, കാരണം ഈ 2 വ്യക്തികളോടുള്ള വെറുപ്പിന്റെ ഉദാഹരണമാണ് നമ്മൾ അവിടെ കണ്ടത്. അതുപോലെ തന്നെയാണ് അഴീക്കോട് മണ്ഡലത്തിൽ അവർ ശരിക്കും CPM-ന്റെ കോട്ടയം അഴീക്കോട് മണ്ഡലത്തിൽ ജയിച്ചു എന്ന് തന്നെ പറയാം. പക്ഷെ 343 വോട്ടിനാണ് അവിടെ ജയിച്ചത്. തൃക്കരിപ്പൂര് UDF-ന്റെ ആണ് ജയിച്ചിരിക്കുന്നത്. സന്ദീപാരെ അവിടെ ഇതൊന്നും ഒരിക്കലും UDF-ന്റെ കയ്യിലുള്ള മണ്ഡലമല്ല. കാരണം കണ്ണൂരുകാരി ആയതുകൊണ്ട് എനിക്കത് അടിയുറച്ചു വരും. കണ്ണൂരിന്റെ ശക്തമായ രാഷ്ട്രീയം കണ്ടു വളർന്നത് കൊണ്ട് എനിക്ക് പറയാൻ പറ്റും ഇന്ന് കണ്ണൂരുള്ള CPM-കാര് ഇവരെ എത്രത്തോളം വെറുക്കുന്നുണ്ട്. ഈ പാർട്ടി നശിപ്പിക്കുന്നു. നമ്മൾ ആരും ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഈ പാർട്ടി നശിച്ചു പോകണമെന്നോ. നമ്മുടെ കേരളത്തില് LDF മസ്റ്റായിട്ട് വേണമെന്ന് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അവര് നല്ലൊരു പ്രതിപക്ഷമായിട്ട് ഇരുന്ന് പാർട്ടി ഭരണത്തിൽ അവരുടെയും കൂടി സപ്പോർട്ടോടുകൂടി തന്നെയാണ് കേരളം മുന്നോട്ട് പോകുന്നത്. കാരണം ജനാധിപത്യപരമായിട്ട് വർഗീയതയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വേറെ ഒരു വർഗീയ ശക്തിയോട് വരാതിരിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ കാഫിർ പോലെയുള്ള സ്ക്രീൻഷോട്ട് ഷാഫിയുടെ ഇലക്ഷൻ സമയത്ത് പുറത്തുവിടുകയും അവർ ആ പ്രതിയെ ജാമ്യം കിട്ടിയിട്ട് അവരെ ജയിലിൽ നിന്ന് കൊണ്ടുവന്നത് കണ്ടപ്പോൾ എത്രത്തോളം നമ്മൾ ഞെട്ടിപ്പോകുന്ന ഒരു കാര്യമാണ്. ഒരു പ്രതിയെ ആനയിച്ചു കൊണ്ടുവരുന്ന ഒരു കാഴ്ച നമ്മൾക്ക് 1000 വണ്ടികളുടെ അകമ്പടിയോടുകൂടി മാലയിട്ട് സ്വീകരിച്ച് പടക്കം പൊട്ടിച്ച് കൊണ്ടുപോകുന്ന കണ്ടപ്പോൾ ഈ 2 നേതാക്കന്മാരോട് കേരളത്തിലുള്ള യഥാർത്ഥ രാഷ്ട്രീയക്കാർക്ക് പുച്ഛം മാത്രമാണ്. ഓക്കെ, ശ്രീ ഖാദർ കുട്ടി, ഈ A വിജയരാഘവന്റെ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു ദേശാഭിമാനിയിൽ. അതിൽ 6 കാര്യങ്ങളെ മുൻനിർത്തിയാണ് ഈ പരാജയത്തെ വിലയിരുത്തുന്നത്. അതിപ്പോൾ ഇങ്ങനെയാണ്: ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ കുറവുകൾ ഉണ്ടായിട്ടുണ്ട്. രണ്ടാമതായി 2021 മത്സരിച്ചതിനേക്കാൾ വനിതകളെ ഉൾപ്പെടുത്താൻ ഇപ്രാവശ്യം കഴിഞ്ഞിട്ടില്ല. മൂന്നാമത് പയ്യന്നൂർ തളിപ്പറമ്പ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് വിവാദമുണ്ടായപ്പോൾ ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശം പോലെ അത് അംഗീകരിച്ചതാണ് ഗുണം ചെയ്യാതിരുന്നത് എന്ന കാര്യമാണ്. നാലാമത് ആഗോള അയ്യപ്പ സംഗമം ദേവസ്വം ബോർഡ് നടത്തിയതിൽ തെറ്റില്ല, പക്ഷേ അത് സർക്കാരിന്റെ പരിപാടി എന്ന പ്രചാരണമുണ്ടായി, അതുകൊണ്ടാണ് അതിലൊരു ശരികേടുണ്ടായത് എന്ന് പറയുന്നു. അഞ്ചാമത് A പത്മകുമാർ ജയിലിലായിരുന്നതിനാൽ നടപടിയെടുക്കാൻ പരിമിതി ഉണ്ടായിരുന്നു, എങ്കിലും അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്ത് നടപടി
ഉണ്ടാകാത്തതിൽ വീഴ്ചയുണ്ടായി. ആറാമത് വിവിധ ഘടകങ്ങളിൽ പ്രവർത്തിച്ച 6 പേർ LDFനെതിരെ മത്സരിച്ചത് ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കി. ആറാമത് വെള്ളാപ്പള്ളിയുടെ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളെ തിരുത്താൻ മെനക്കെട്ടില്ല, ആ തിരുത്തൽ അത്ര കണ്ട് ഏശിയുമില്ല എന്ന കാര്യമാണ്. ഈ വിധമാണ് വിലയിരുത്തലുകൾ പോയിട്ടുള്ളത്. പക്ഷെ ആ വിലയിരുത്തലുകൾക്ക് അനുസൃതമായിട്ടുള്ള തിരുത്തലുകൾ ഈ പാർട്ടിക്കകത്ത് ഇതിപ്പോൾ ഇത്ര സമയമായിരിക്കുന്നു, അതിനകം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? യഥാർത്ഥത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്, എനിക്ക് തോന്നുന്നത്, അഖിലയുടെ സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയങ്ങളാണ്. ഒപ്പം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്നത്തെ അപജയത്തിന് പ്രധാന കാരണമായിട്ടുള്ള പല കാരണങ്ങളും കഴിഞ്ഞ 6 വർഷക്കാലം പിണറായി വിജയന്റെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന പുത്തലത്ത് ദിനേശൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പരാമർശിച്ചിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ് വിജയരാഘവനും അദ്ദേഹത്തിന്റെ ആർട്ടിക്കിളിലൂടെ സമർത്ഥിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷെ ഈ വിഷയങ്ങളിലൊന്നും ഒരു തിരുത്തൽ ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, അതിന് തിരുത്തൽ ഉണ്ടാവണം എന്നാവശ്യപ്പെട്ടിട്ടുള്ള ആളുകൾക്കെതിരെ വർഗവഞ്ചകരെന്നും അതുപോലെ തന്നെ അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തിക്കൊണ്ട് അവരെ പാർട്ടിയിൽ നിന്ന് അകറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പാർട്ടിക്കകത്ത് ഇപ്പോൾ TK ഗോവിന്ദനായിരുന്നാലും അതുപോലെ തന്നെ VK കുഞ്ഞികൃഷ്ണനായിരുന്നാലും അതുപോലെ ഇപ്പോൾ ഇന്ന് മാധ്യമങ്ങളിലൂടെ രംഗത്ത് വന്നിട്ടുള്ള G സുധാകരൻ മുൻ മന്ത്രിയായിരുന്നാലും അവരൊന്നും കമ്മ്യൂണിസ്റ്റ് ആശയത്തോടുള്ള അവരുടെ വിയോജിപ്പ് പറഞ്ഞുകൊണ്ടല്ല ഈ പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കുന്നത്. മറിച്ച് ഇന്നത്തെ പാർട്ടിയുടെ നേതൃത്വത്തിന്റെ പരാജയത്തെക്കുറിച്ചും അതുപോലെ തന്നെ അവര് ഈ കേരളത്തിലെ പൊതുവായിട്ടുള്ള വിഷയങ്ങൾ, ഇവിടെ അഖില സൂചിപ്പിച്ചിട്ടുള്ള വിഷയങ്ങൾ, ആ വിഷയങ്ങൾ പോലെയുള്ള വിഷയങ്ങളിൽ അവർ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളും ആ നിലപാടുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ ദൗത്യം മറക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മുടെ ഇവിടെ ഇൻകാസിന്റെ പ്രതിനിധി ഇവിടെ സൂചിപ്പിച്ചു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ നാട്ടിൽ നിന്ന് ഇല്ലാതായി കാണണം എന്നാഗ്രഹിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരല്ല ഞങ്ങൾ. പക്ഷെ ഞങ്ങൾക്ക് മുമ്പിൽ ഒരു പാഠമുണ്ട്. ആ പാഠം ത്രിപുരയുടെ പാഠമാണ്, അതുപോലെ തന്നെ പശ്ചിമ ബംഗാളിന്റെ പാഠമാണ്. ഇത് പറയുമ്പോൾ പല ആളുകളും ചോദിക്കും, കോൺഗ്രസ് പരാജയപ്പെട്ടിട്ടില്ലേ എന്നൊക്കെ. പക്ഷെ കോൺഗ്രസ് ഒക്കെ പരാജയപ്പെട്ടെടുത്ത് തിരിച്ചു വരാനും അല്ലെങ്കിൽ ശക്തമായ പ്രതിപക്ഷമായി നിലനിൽക്കാനും തെരഞ്ഞെടുപ്പിൽ എതിരാളികൾക്ക് വലിയ ഭീഷണിയായി നിലനിൽക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു പരമാർത്ഥമാണ്. ഒരുപക്ഷെ ഇന്നത്തെ BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ സമീപനങ്ങൾ ആളുകളെ വിലക്കെടുക്കുന്ന, അതുപോലെ തന്നെ EDയെയും മറ്റുള്ള അന്വേഷണ ഏജൻസികളെയും കാണിച്ച് പ്രീതിപ്പെടുത്തിയും ഭീതിപ്പെടുത്തിയുമുള്ള ഒരു രാഷ്ട്രീയം അവസാനിച്ചുവെങ്കിൽ കോൺഗ്രസ് നടത്തുന്ന, ഇന്ത്യ രാജ്യത്ത് നടത്തുന്ന പ്രതിപക്ഷ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ സാധിക്കില്ല. അത് ഏറ്റവും ശക്തമായ രീതിയിൽ തന്നെ അത് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെയെങ്കിലും പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്കൊരു തിരിച്ചു വരവ് സാധ്യമാവാത്ത രീതിയിൽ അവർ ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതാണ് ഇന്ന് നമ്മുടെ മുൻ മന്ത്രി G സുധാകരന്റെ വാക്കുകളിലൂടെ നമുക്ക് കാണാൻ സാധിച്ചത്. ഇടതുപക്ഷം കേരളത്തിൽ പരാജയപ്പെടുന്നത്, അവർ തിരിച്ചു വന്നിട്ടുമുണ്ട്. കേരളത്തിൽ ആദ്യമായിട്ടല്ല പരാജയപ്പെടുന്നത്. പക്ഷെ മറ്റൊരു വസ്തുത കൂടിയുണ്ട്. കേരളത്തിൽ ഇതുപോലെ CPMന്റെ ശക്തമായ നേതൃരംഗത്തുണ്ടായിരുന്ന ഡസൻ കണക്കിന് ആളുകൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളായി BJPയുടെയും സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? കഴിഞ്ഞ CPM ഇടതുപക്ഷത്തിന്റെ MLA BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതുപോലെ തന്നെ CPMന്റെ ശക്തരായ നേതാക്കൾ ഇപ്പോ TK ഗോവിന്ദനായിരുന്നാലും അതുപോലെ തന്നെ VK കുഞ്ഞികൃഷ്ണനായിരുന്നാലും ഇപ്പോൾ G സുധാകരൻ തന്നെ ആയിരുന്നാലും അവരൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വരെ CPMന്റെ ശക്തരായ നേതാക്കളായിരുന്നു. ആ ശക്തരായ നേതാക്കൾ UDFന്റെ മത്സര രംഗത്ത് വരികയും വലിയ ഭൂരിപക്ഷത്തിന് അവർ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം, കേരളമൊട്ടുക്കും അതിന്റെ സ്വാധീനം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. ഇവിടെ ഇൻകാസ് പ്രതിനിധി സൂചിപ്പിച്ചതുപോലെ മലപ്പട്ടം പോലെയുള്ള ഒരു പഞ്ചായത്തിൽ, ആ പഞ്ചായത്തിലൊന്നും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥികളെ പോലും നിർത്താൻ കഴിയാത്ത പ്രദേശങ്ങളിൽ വലിയ വോട്ട് നേടുവാൻ
ഐക്യ ജനാധിപത്യം ഇത് മുമ്പുണ്ടായിട്ടുള്ളതല്ല. നിങ്ങൾ പറയുന്നത് പോലെ കേരളത്തിൽ ഒരുപക്ഷെ CPM പരാജയപ്പെടുന്നത് ആദ്യമല്ലായിരിക്കാം. പക്ഷേ ഇതുപോലെ ഇതിനെ അവർ വിലയിരുത്തുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആ വിലയിരുത്തൽ നടത്തിയിരുന്നുവെങ്കിൽ അവര് പല കാര്യങ്ങളിലും ഇപ്പോഴും തെരഞ്ഞെടുപ്പിന് ശേഷവും ഇപ്പോ അഖില സൂചിപ്പിച്ച ഒരു വിഷയമുണ്ടല്ലോ, വെള്ളാപ്പള്ളിയുടെ ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള പ്രസ്താവന. ആ പ്രസ്താവനയെക്കുറിച്ച് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊരു സമുദായത്തിന് നേരെയുള്ളതല്ല, അതൊരു പാർട്ടിക്ക് നേരെയാണ്, ലീഗിനെതിരെയാണ് വെള്ളാപ്പള്ളി കുറ്റം പറഞ്ഞത് എന്നാണ്. പക്ഷേ ഫലത്തിൽ അത്തരം വിഷയങ്ങളിലൊന്നും ഒരു ശക്തമായ നിലപാട് തെരഞ്ഞെടുപ്പിന് ശേഷവും തെറ്റ് തിരുത്തുവാനുള്ള ഒരു നിലപാടെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ജി സുധാകരന്റെ പ്രസ്താവന ഏറ്റവും പ്രബലമാവുന്നതും അത് ശക്തമായി കേരള രാഷ്ട്രീയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും. അതെ, ആ വിഷയവും ആ പരാമർശവും എല്ലാം ഇപ്പോൾ വിമതർ ആരൊക്കെയാണോ പുറത്തുപോയത്, ആരൊക്കെയാണോ മത്സരിച്ച് നിയമസഭയിലെത്തിയത്, അവരുടെ എല്ലാം പരാമർശങ്ങൾ ഈ സമയമായിട്ട് പോലും ചർച്ചാ വിഷയമാകുന്നു. അതിന്റെ പങ്ക് പറ്റുന്നത് ഈ CPIM തന്നെയാണ്. അവർ തിരുത്താൻ തയ്യാറാകുന്നില്ല ഇതുവരേക്കും എന്നത് തന്നെയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥമായി നമുക്ക് വിശദീകരിക്കാൻ കഴിയുന്നതും. ഞാൻ പുഷ്പരാജിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. You are watching Big TV. ചർച്ച തുടരുകയാണ്. ശ്രീ പുഷ്പരാജ്, വിവിധ ഇടങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ രഹസ്യമായ പിന്തുണ UDF ഉണ്ടായിരുന്നു എന്നൊരു ആരോപണം കൂടി ഉയർത്തുന്നുണ്ട് ഈ A. വിജയരാഘവന്റെ ആർട്ടിക്കിളിൽ. ആ ലേഖനത്തിൽ അങ്ങനെ ഒരു വിമർശനം കൂടിയുണ്ട്. ആ വിധമുള്ള വിമർശനങ്ങളെ എങ്ങനെയാണ് BJP നേരിടുന്നത്? ഇതുകൊണ്ട് തങ്ങളുടെ തോൽവിയെ മറയ്ക്കാൻ കഴിയുമോ CPIM? നമസ്കാരം അഖില, പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും നമസ്കാരം. സത്യത്തിൽ ഇതില് കറക്റ്റായിട്ട് തീർച്ചയായിട്ടും വേണ്ട ഒരു പാനലിസ്റ്റിനെ കാണുന്നില്ല. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രതിനിധിയെ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടതായിരുന്നു. അവര് എന്താണ് പറയുന്നതെന്ന് പൊതുജനങ്ങൾക്ക് കേൾക്കാൻ. ഇടതുപക്ഷ പ്രതിനിധിക്കായുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തിയതായിരുന്നു, പക്ഷേ അവർ തയ്യാറല്ല. അതാണ് ഓക്കെ. ഇതില് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, മറ്റൊരു ത്രിപുരയോ മറ്റൊരു ബംഗാളോ ആയിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കേരളം മാറും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അത് സീറ്റിന്റെ കാര്യത്തിലൊന്നല്ല. ഇപ്പൊ ഇതിലും കുറച്ച് സീറ്റ് കിട്ടിയ സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇവിടെ പറയുന്ന തെറ്റ് തിരുത്തി വരണം. ആരാണ് തെറ്റ് തിരുത്തേണ്ടത്? പാർട്ടിക്കാണ് തെറ്റ് പറ്റിയത്. പാർട്ടിക്ക് തെറ്റ് പറ്റിയത് കൊണ്ടാണല്ലോ ഈ ഇപ്പൊ ഒരു 3 പേര് പോയി അല്ലെങ്കിൽ 4 പേര് പോയി അവിടെ മാത്രമല്ലല്ലോ പാർട്ടി പരാജയപ്പെട്ടത്. പാർട്ടിയുടെ അടിത്തറ ഇളകിയില്ലേ? ഇതുവരെ ചരിത്രത്തിൽ ഇന്നുവരെ പരാജയപ്പെടാത്ത പല മണ്ഡലങ്ങളിലും ദയനീയമായ പരാജയം ഏറ്റുവാങ്ങിയിട്ട് ഇപ്പൊ പറയുന്നു ഈ പോയവര് തിരിച്ചു വരണമെന്ന്. ആര് തിരുത്തണം? പാർട്ടിയാണ് തിരുത്തേണ്ടത്. ഈ പാർട്ടി തിരുത്തിയില്ലെങ്കിൽ ഇത് ശരിക്കും ബംഗാളോ അല്ലെങ്കിൽ ത്രിപുരയോ മറ്റോ ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോ BJP അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ബംഗാളില് അവരുടെ പാർട്ടി ഓഫീസ് പോലും തുറക്കാൻ സാധിക്കുന്നത്. അപ്പൊ ആ ഒരു സ്ഥിതിവിശേഷം എന്തായാലും കേരളത്തിൽ ഉണ്ടാവില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ എങ്കിലും അധികാരത്തിലേക്ക് ഇനി ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു ഇതോടുകൂടി മാർക്സിസ്റ്റ് പാർട്ടിക്ക് വരാൻ സാധിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പൊ ഇവര് വർഗവഞ്ചകരെന്ന് വിളിക്കുന്നത് ഈ 3-4 പോയ ആളുകളെ മാത്രമാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇവരുടെ കോട്ടകൊത്തളങ്ങളിൽ ഇവരുടെ ഉറച്ച വോട്ടുകൾ മാറ്റി ചെയ്ത ആളുകളില്ലേ, ഇന്ന് ഇവര് വർഗവഞ്ചകരാവണ്ടേ? ജീവിതത്തിൽ ഇന്ന് വരെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അല്ലാതെ വോട്ട് ചെയ്ത നല്ലൊരു ശതമാനം, ലക്ഷക്കണക്കിന് ആളുകൾ ഈ പ്രാവശ്യം ഈ തെരഞ്ഞെടുപ്പിൽ മാറ്റി വോട്ട് ചെയ്തു. എന്താണ് കാരണം? ഇപ്പൊ സുധാകരന്റെ എല്ലാ കാര്യത്തിനോടും എനിക്ക് യോജിപ്പില്ല. കാരണം സുധാകരൻ ഇപ്പോഴും ഒരു പിണറായി ഭക്തി വെച്ചുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചതെന്ന് അറിയുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി എന്നൊരൊറ്റ വ്യക്തിയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പരാജയത്തിന് കാരണം. സാധാരണ നമുക്കറിയാം, കേരളത്തില് മാർക്സിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നാൽ അവരുടെ മീതെയാണ് പാർട്ടി സെക്രട്ടറി. മുഖ്യമന്ത്രിയുടെയും ഗവൺമെന്റിന്റെയും മീതെയായിരുന്നു ഇപ്പൊ പാർട്ടി സെക്രട്ടറി ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ പാർട്ടി ഉണ്ടായിരുന്നത്. ഈ ഒരു കഴിഞ്ഞ 10 വർഷം പാർട്ടിയും സെക്രട്ടറിയും മുഖ്യമന്ത്രിയും എല്ലാം ഒരൊറ്റ സ്ഥലത്തേക്ക് കേന്ദ്രീകരിച്ചത് കൊണ്ട് ഒന്ന് തുറന്നു പറയുവാനുള്ള ചങ്കൂറ്റം പോലും സഖാക്കൾക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ദയനീയമായ പരാജയം ഏറ്റുവാങ്ങിയതിനു ശേഷമാണ് പല കോണുകളിൽ നിന്നും അഭിപ്രായങ്ങൾ വരുന്നത്.
ഇതുവരെ ശബ്ദിക്കാൻ ഇവർക്കാർക്കും സാധിച്ചിരുന്നില്ല. ആ പിണറായിയാണ് ഇന്നിപ്പോ സുധാകരൻ വലിയ ആളായിട്ട് പുകഴ്ത്തിയിരിക്കുന്നത്. അതിനോടൊന്നും നമുക്ക് യോജിക്കാൻ സാധിക്കില്ല. കാരണം ഇത് രാജവംശങ്ങൾ പോലും കാണിക്കാത്ത പല ചെയ്തികളായിരുന്നു പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കാട്ടിക്കൂട്ടിയിരുന്നത്. ഒരു റോഡിൽ ഇറങ്ങിയാൽ 30 വണ്ടി, ആംബുലൻസ്, ഫയർ എഞ്ചിൻ. ഏത് മുഖ്യമന്ത്രിയാണ് ഈ ചരിത്രത്തിൽ നമ്മുടെ കേരളത്തിൽ ഈ രീതിയിൽ പോയിട്ടുള്ളത് പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ട്? അപ്പൊ ഈ രീതി, അതുപോലെ തന്നെ പല അങ്ങനെ എണ്ണി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവരുടെ 10 വർഷത്തെ ഭരണത്തിൽ ഈ പൊതുജനങ്ങളെ കഷ്ടപ്പെടുത്തിയതും അതുപോലെ തന്നെ ദൂർത്തടിച്ചതും കെടുകാര്യസ്ഥതയും സ്വജനപക്ഷപാതവും അങ്ങനെ നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഇപ്പൊ PSCയുടെ കാര്യം ഇന്നിപ്പോ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ ഓരോ മേഖലയിലും വളരെ ദയനീയമായി പരാജയപ്പെട്ട ഒരു ഭരണത്തെ ജനങ്ങൾ തൂത്തെറിഞ്ഞു. ഞാൻ മനസ്സിലാക്കുന്ന ഒരു 5 വർഷം കൂടി, ഒരു ടേമും കൂടി ഈ മാർക്സിസ്റ്റ് പാർട്ടിക്ക് എങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ ബംഗാളിൽ അതേ സ്ഥിതി ആവുമായിരുന്നു. ഇവിടുത്തെ പൊതുജനങ്ങൾ ഈ പാർട്ടി പ്രവർത്തകരെ അടിച്ചോടിക്കുന്ന സ്ഥിതിയിലേക്ക് ഈ കേരളം മാറുമായിരുന്നു. കാരണം അത്രയ്ക്ക് വെറുത്തു ഇവിടുത്തെ പൊതുജനങ്ങൾ ഈ പാർട്ടിയെയും പാർട്ടിയുടെ ഭരണത്തെയും. അതുകൊണ്ടാണ് ഇത്രയും ദയനീയമായുള്ള ഒരു പരാജയം അവർ ഏറ്റുവാങ്ങേണ്ടി വന്നത്. 45 വർഷം ഭരിച്ച തിരുവനന്തപുരം കോർപ്പറേഷൻ ഇന്ന് ആരാണ് ഭരിക്കുന്നത്? തുടർച്ചയായിട്ട് 45 വർഷം ഭരിച്ച കോർപ്പറേഷനാണ്. ഇന്നിപ്പോ ആ കോർപ്പറേഷന്റെ പുറത്തു വരുന്ന വിവരങ്ങള് 5 വർഷം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. ഈ 45 വർഷം കൊണ്ട് എന്ത് കൊള്ളയാണ് അവിടെ നടത്തിയിട്ടുള്ളത് എന്ന് കുറച്ച് മാത്രമാണ് പുറത്തു വരുന്നത്. കുറച്ചും കൂടി കഴിയുമ്പോഴേക്കും ഇനി ഒരുപാട് പുറത്തു വരാം. അപ്പൊ കേവലം ഒരു കോർപ്പറേഷനിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ 10 വർഷം കൊണ്ട് കേരളത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ എനിക്ക് വിശ്വാസമില്ല ഐക്യമുന്നണി സർക്കാർ ഇതെല്ലാം പുറത്തു കൊണ്ടുവരാൻ ഒരു ശക്തമായ അന്വേഷണം നടത്തുമെന്ന് എനിക്ക് ഒരു വിശ്വാസവുമില്ല. കാരണം ഇവരെന്നും ബായി കളിച്ചിട്ടുള്ള ചരിത്രമാണ് നമുക്ക് 60-70 വർഷക്കാലം നമുക്ക് നമ്മുടെ മുന്നിലുള്ളത്. ഇവര് മറ്റവർ ഭരിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന കേസുകളും എല്ലാ അഴിമതി ആരോപണങ്ങളും ഇവർ ഉന്നയിക്കും. പക്ഷെ ഇവർ വന്നു കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി ഒന്നും അന്വേഷണം നടത്താതെ തിരിച്ചു പോകും. ഇതാണ് നമുക്ക് ഈ ഇടതുകാലിലെ മന്ത് വലതുകാലിലേക്ക് മാറ്റുന്ന സ്വഭാവം കുറെ കാലങ്ങളായിട്ട്, കഴിഞ്ഞ ഒരു ടേം മാത്രമാണ് അതിന് മാറ്റം വന്നിട്ടുള്ളത്. ഇപ്പൊ വീണ്ടും അത് തിരിച്ചു വന്നു. പക്ഷെ എനിക്ക് വിശ്വാസമില്ല ഇവർ ഇതുവരെ പ്രസംഗിച്ചതിൽ നിന്നൊക്കെ യൂട്ടേൺ അടിക്കുന്ന VD സതീശനെയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ കെടുകാര്യസ്ഥതയ്ക്കും അഴിമതിക്കും എതിരായിട്ട് ഇവർ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷയുമില്ല. ഇപ്പോ മദ്യത്തിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടു. ഇത് എല്ലാ കാര്യത്തിലും ഇത് ഇടതും വലതും. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് മുഴുവൻ ആളുകൾ MLA-മാരുടെയും സപ്പോർട്ടോടുകൂടി പ്രമേയം പാസ്സാക്കാൻ ഇനി കേരളത്തിൽ നടക്കില്ല. 3 MLA-മാര്, വളരെ ശക്തമായുള്ള MLA-മാര് BJPയുടെ പ്രതിനിധികളായിട്ടുണ്ട്. അത് ശക്തമായ പ്രതിപക്ഷമായിട്ട് തന്നെ പ്രവർത്തിക്കും. ആ 330-ന്റെ ബലം ചെയ്യും എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഓക്കെ, ശ്രീ ഷിജി അന്ന ജോസഫ്, ഇതിപ്പോൾ നേതൃമാറ്റം ആവശ്യമാണ് എന്ന ആവശ്യം പല ഘടകങ്ങൾ, പാർട്ടിയുടെ താഴേക്കിടയിലുള്ള ഘടകങ്ങൾ മുതൽ അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒപ്പം പിണറായി ഭക്തി ഇപ്പോഴുമുണ്ട് അവിടെ നിന്ന് പുറത്തേക്കിറങ്ങിയ വിമതർക്ക് എന്നൊരു തോന്നൽ കൂടിയുണ്ട്. അങ്ങനെ ഒരു ആരോപണം കൂടി നിങ്ങളുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന പ്രതിനിധി ഉന്നയിക്കുന്നുമുണ്ട്. ഇതിനെയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? നേതൃമാറ്റം തീർച്ചയായും ഉണ്ടാകേണ്ടതാണോ CPIM-നുള്ളിൽ? അഖില, ആദ്യം ഞാൻ നേരത്തെ അദ്ദേഹത്തോട് ചോദിച്ച ഒരു ചോദ്യം ഞാൻ ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. മുൻപ് പല പ്രാവശ്യവും CPM ഇവിടെ പരാജയപ്പെട്ടിട്ടില്ലേ, അവര് തിരിച്ചും വന്നില്ലേ എന്ന് പറഞ്ഞില്ലേ? അത് ഞാനൊന്ന് എന്റെ ഭാഗത്തുനിന്ന് ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ നേതൃത്വ നിരയിലുള്ള ആരും മത്സരിച്ചിട്ട്, അതും ഒരു UDF-ന്റെ സിസ്റ്റത്തിൽ ചേർന്ന് നിന്നുകൊണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അവരുടെ സിസ്റ്റത്തിൽ നിന്ന് ഇറങ്ങി വന്ന് മത്സരിച്ച ചരിത്രം കേരളത്തിലില്ല. പിന്നെ ഇപ്പം പിണറായി ഭക്തിയെ കുറിച്ച് പറഞ്ഞല്ലോ, അദ്ദേഹം യഥാർത്ഥ ഒരു നേതാവാണ്. കാരണം അദ്ദേഹത്തിന്റെ നേതാവിനെ തിരുത്താൻ വേണ്ടി പലപ്പോഴും അദ്ദേഹം ശ്രമിക്കുകയും വീണ്ടും തിരുത്താൻ വേണ്ടി മാത്രമാണ് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത്. കാരണം അദ്ദേഹം ഒരിക്കലും UDF-ന്റെ സിസ്റ്റത്തിലല്ല, ഒരു UDF സിസ്റ്റത്തിലോട്ട് വന്നിട്ടേ ഇല്ല. അയാൾ പറഞ്ഞു, ഞാൻ എപ്പോഴും ഒരു CPM-കാരൻ തന്നെയാണ്, ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത്, UDF-ന്റെ പിന്തുണയോട് കൂടി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ കുഞ്ഞികൃഷ്ണൻ, ബഹുമാൻ MLA കുഞ്ഞികൃഷ്ണന്റെ ആയാലും ഗോവിന്ദമാസ്റ്ററുടെ ആയാലും ഇവിടെയൊക്കെ കണ്ട 1976-ലാണ് തളിപ്പറമ്പിൽ ഒരു പ്രാവശ്യം UDF വിജയിച്ചു. അതിനുശേഷം പിന്നെ തളിപ്പറമ്പ് എന്നും CPM-ന്റെ കൂടെയാണ്, LDF ആണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അത് ഞാനൊരു തളിപ്പറമ്പുകാരിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയാം. കാരണം ഞങ്ങളുടെ ചരിത്രം ഞങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ല ഒരിക്കലും UDF-ന് അവിടെ ഒരു അവസരം കിട്ടിയതായിട്ട്. അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് ഇപ്പൊ തളിപ്പറമ്പ് UDF-ന്റെ കയ്യിലാണ്. അതിനുള്ള സാഹചര്യം ഒരുക്കി തന്നത് ഇവരുടെ പിടിവാശിയും ഇവരുടെ ദുർഭരണവും ഇവരുടെ ശാഠ്യങ്ങളും തന്നെയാണെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. വേറൊരു കാര്യം നോട്ട് ചെയ്യപ്പെട്ടത്,
ബഹുമാനപ്പെട്ട നമ്മളുടെ നേതാക്കന്മാരെ കുറിച്ചാണ്. ഈ കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ കാര്യത്തിൽ ഇഡി അന്വേഷണം വന്നപ്പോ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ബിനീഷിന്റെ കാര്യങ്ങളാണ്, അത് പാർട്ടി ഇടപെടേണ്ടതല്ല എന്ന് പറഞ്ഞ് അണികളെ അന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച ഒരു നമ്മളുടെ കൺമുമ്പിൽ കണ്ടതാണ്. അതേ സ്ഥാനത്താണ് പിണറായി വിജയന്റെ മകളുടെ വീട്ടിൽ ഇഡിയുടെ പരിശോധന വന്നപ്പോ അണികളെ വിട്ട് അവരെ തടയുകയും അവർ സ്വന്തം ജീവൻ വരെ പോയിട്ട് വന്നോളൂ, എന്റെ മക്കൾ സേഫ് ആയിട്ട് ഇരിക്കട്ടെ, എന്റെ അണികള് പോയി ജയിലിൽ കിടന്നുകൊള്ളട്ടെ എന്ന് പറഞ്ഞ് ഷിജി, ആദ്യഘട്ടത്തിൽ അങ്ങനെ ഒരു പ്രതിഷേധത്തിനൊക്കെ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. പിണറായി വിജയന്റെ വീട്ടിലേക്കുള്ള ഇഡിയുടെ പോക്കിലായിരുന്നു ആ പ്രതിഷേധം ഉരുത്തിരിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒപ്പം കണ്ണൂരിലെ പിണറായി വിജയന്റെ വീട്ടിലേക്കുള്ള ഇഡി റെയ്ഡിൽ അതിലുമായിരുന്നു പ്രതിഷേധം ഉയർന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് വീണ ചോദ്യം ചെയ്യലിന് ഹാജരായി, വീണ അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ട്. ആ ഘട്ടത്തിലൊന്നും പ്രതിഷേധം ഉയരുന്നില്ലല്ലോ. അവിടെ ഇവരുടെ അണികളിൽ നിന്ന് തന്നെയാണ് പ്രതിഷേധം ഉണ്ടായിട്ട് പറഞ്ഞത്. കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിലുണ്ടായ അന്ന് കോടിയേരി എടുത്ത തീരുമാനം എന്തായിരുന്നു, അതേ സ്ഥാനത്ത് സ്വന്തം മകളുടെ കാര്യത്തിൽ പിണറായി എടുത്ത തീരുമാനം എന്താണെന്ന് പാർട്ടിയുടെ ഉള്ളിൽ നടന്ന ശക്തമായ ചർച്ചയ്ക്ക് ഒടുവിലാണ് അവിടെ ആ പ്രതിഷേധം നിർത്തുകയും അത് അവരുടെ മുന്നിൽ ചോദ്യം ചെയ്യാൻ വിളിച്ച സമയത്ത് അവർ പോവുകയും ചെയ്തത്. അത് അവിടെ വളരെ മോശമായിട്ടൊരു കമ്പാരിസൺ ഉണ്ടായിട്ടുണ്ട്. പിണറായിയും കോടിയേരിയും തമ്മില് നമ്മളൊക്കെ കണ്ട നമ്മളുടെ നമ്മൾ ഇവരെ പോലെ തന്നെ നമ്മളൊന്ന് കണ്ടത് AKGയും EMSനെയും നയനാറിനെയൊക്കെ നമ്മൾ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. പാർട്ടിക്ക് വേണ്ടിയിട്ട് മാത്രം അവര് ജീവിച്ച വ്യക്തിത്വങ്ങളായിരുന്നില്ലേ? പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്റ്റോറി അല്ലേ, EK നയനാരുടെ വസതിയിലോട്ട് സ്വന്തം മകൻ അദ്ദേഹത്തെ കാണാൻ ചെന്നിട്ട് തിരിച്ചു പോകുമ്പോ അവിടെ കിടന്ന് അന്നത്തെ ഗവൺമെന്റിന്റെ സ്റ്റേറ്റ് കാറിൽ കൊണ്ടുവിടട്ടെ എന്ന് ഡ്രൈവർ ചോദിച്ചപ്പോ അന്ന് അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഈ സ്റ്റേറ്റ് കാർ തന്നത് ഈ നാട് ഭരിക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലാണ്ട് എന്റെ മകനെ റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി അല്ല എന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രി ഇവരുടെ സ്വന്തം മുഖ്യമന്ത്രി തന്നെയായിരുന്നു. അത് തന്നെയല്ലേ ഇന്നത്തെ ഓരോ CPMകാരും ആഗ്രഹിക്കുന്ന അതുപോലൊരു ഭരണമാണ്. അതുപോലെ പാർട്ടിയിലെ അംഗങ്ങളെ പ്രൊട്ടക്ട് ചെയ്ത് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിലുപരിയായി സ്വന്തം കുടുംബവും സ്വന്തം ബന്ധുക്കളെയും ഈ കണ്ണൂരുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരെല്ലാരും പരസ്പരം ബന്ധുക്കളാണ്. ഇവരെ മാത്രം സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. ഒന്ന് നോക്കാം, ആ ടീച്ചറിനെ എന്തുകൊണ്ടാണ് KPCC പ്രസിഡന്റിനെതിരെ മത്സരിപ്പിച്ച് തോപ്പിച്ച് ആ സ്ത്രീ എന്നെ വീട്ടിലിരുത്തിയിരിക്കുന്നത് നമ്മൾ ആരും കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റുമോ? അതിൽ വൻ പ്രതിഷേധം ആ നാട്ടിൽ നടക്കുന്നുണ്ട്. കാരണം ടീച്ചർ നല്ല കഴിവുള്ള സ്ത്രീയായിരുന്നു. അവരെ ജയിക്കുന്ന മണ്ഡലത്തിൽ നിന്ന് മാറ്റിയിട്ട് അവരെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് എവിടെയാ? പേരാവൂര് പോലുള്ള മണ്ഡലത്തിൽ. കാരണം ജയിക്കാൻ സാധ്യതയില്ലാത്ത ഒരു കൊണ്ട് നിർത്തി തോൽപ്പിച്ച് വീട്ടിലിരുത്താൻ കാണിച്ച ഇവരുടെ മനോഭാവമാണ് ഓരോ അണികളുടെയും മനസ്സിനെ മുറിപ്പെടുത്തിയിരിക്കുന്നത്. അതവരങ്ങനെ ക്ഷമിക്കത്തൊന്നുമില്ല. വീണ്ടും ഒരു തുടർ ഭരണം വീണ്ടും വരുമെന്ന് അഖില നേരത്തെ പറഞ്ഞാൽ ഒരു സാധ്യതയും കാണുന്നില്ല. ഈ രണ്ടുപേരുള്ളിടത്തോളം കാലം ഈ പാർട്ടി ഇത് നശിച്ചു പോകരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നേരത്തെ ഇത് എന്റെ കൂടെ ഇരിക്കുന്ന അവർ പറഞ്ഞതുപോലെ തന്നെ ത്രിപുരയും വെസ്റ്റ് ബംഗാളും പോലെ ആയിത്തീരാതെ കേരളത്തിൽ ഇവർ നിലനിൽക്കണം. അതിന് ഒറ്റയൊരു കാരണം, ഈ നേതൃത്വത്തിലുള്ള രണ്ടുപേരെ മാറ്റിക്കഴിഞ്ഞാൽ നല്ലൊരു LDFകാര് എന്ന് നമുക്ക് പറയാം, അല്ലെ CPMകാരെന്ന് പറയാം. ഈ CPMകാരെ തിരിച്ചു വരട്ടെ. നമ്മളെല്ലാവരുടെ ആഗ്രഹം അത് തന്നെയാണ്. ഓക്കെ, തിരിച്ചു വരുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. ശ്രീ ഖാദർ കുട്ടി, ജനങ്ങളുമായുള്ള സമ്പർക്കം കുറഞ്ഞു പോയതാണോ ഈ പാർട്ടിക്ക് പറ്റിയ അമളി? അത് മാത്രമല്ല, ഈ പുത്തലത്ത് ദിനേശന്റെയും MA ബേബിയുടെയും P രാജീവിന്റെയും ഒക്കെ പരാമർശങ്ങൾ എന്തിന്റെ സൂചനയാണ്? പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു തുരുത്ത് രൂപപ്പെടുന്നുണ്ടോ? തീർച്ചയായും നമ്മൾ അങ്ങനെ വേണം പ്രതീക്ഷിക്കാൻ. പക്ഷേ അതിനെ അംഗീകരിക്കുന്ന ഒരു നേതൃത്വമല്ല ഇവിടെ ഉള്ളത് എന്നതാണ് യാഥാർത്ഥ്യം. നമ്മളിവിടെ അഖില ഇവിടെ സൂചിപ്പിക്കേണ്ടായി, പിണറായി ഭക്തി എന്തുകൊണ്ട് G സുധാകരൻ അവസാനിപ്പിക്കുന്നില്ല എന്ന്. ഞാൻ അതിനെ ഒരു സ്ട്രാറ്റജി ആയിട്ടാണ് കാണുന്നത്. എന്തുകൊണ്ടെന്നാൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് പിണറായി ആരായിരുന്നു? കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴോ പിണറായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ല, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്. 100 സീറ്റിന്റെ പിൻബലമുണ്ടായിരുന്ന 98 സീറ്റിന്റെ അംഗങ്ങളുടെ പിൻബലമുണ്ടായിരുന്ന പിണറായി ഇന്ന് കേവലം 35 സീറ്റ് മാത്രമുള്ള പ്രതിപക്ഷത്തിന്റെ നേതാവായിട്ട് അവിടെ ഇരിക്കുകയാണ്. പക്ഷെ തെരഞ്ഞെടുപ്പിന് മുമ്പ് MV ഗോവിന്ദൻ പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നു. പക്ഷേ ഇന്നോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴോ അദ്ദേഹത്തിന്റെ സ്ഥാനത്തിന് ഒരു മാറ്റവും ഉണ്ടാവുന്നില്ല. അദ്ദേഹം അതേ രീതിയിലുള്ള പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന നിലപാടുകളും വിശദീകരണങ്ങളുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ശക്തരായ, പാർട്ടിക്കകത്ത് ശക്തമെന്ന് തോന്നുന്ന അല്ലെങ്കിൽ സ്ഥാനം കൊണ്ട് ശക്തിയുള്ള ആളുകളെ എതിർക്കുക, ശക്തിയില്ലാത്ത ദുർബലരായ ആളുകളെ
വെറുതെ വിടുക എന്ന ഒരു സമീപനമാണോ ജി സുധാകരൻ സ്വീകരിച്ചത് എന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ്. പിന്നെ അതുപോലെ അഖില ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ചോദ്യത്തിൽ ജനങ്ങളുമായുള്ള ബന്ധം അത് പാർട്ടിയുടെ നേതാവിന്റെ പ്രസ്താവനയിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ പാർട്ടിയുടെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് എം വി ഗോവിന്ദൻ മാഷ് പറഞ്ഞത്, നിങ്ങൾ ധൈര്യസമേതം ഒരു ജനാധിപത്യ രാജ്യത്തെ ഒരു ജനാധിപത്യ സംവിധാനത്തിലൂടെ തെരഞ്ഞെടുപ്പും മറ്റുമൊക്കെ നടക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവ് പറയേണ്ടി വരികയാണ്, നിങ്ങൾ ധൈര്യസമേതം ഭയമില്ലാതെ ഭയലേശ്യമന്യേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതത് കമ്മിറ്റികളിൽ രേഖപ്പെടുത്തണമെന്ന് എന്തോ ഒരു വലിയ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്തതുപോലെ. യഥാർത്ഥത്തിൽ പാർട്ടിക്കകത്ത് പറയേണ്ട പാർട്ടിക്കകത്ത് അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം ഇക്കാലം അത്രയും ഉണ്ടായിരുന്നില്ല എന്ന് വേണം നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോ ഇവിടെ സിജി സൂചിപ്പിച്ച ഒരു വിഷയമുണ്ട്, കാഫിർ സ്ക്രീൻഷോട്ട് പോലെയുള്ള സംഭവങ്ങൾ. അതിൽ നിന്നും ഇവർ പാഠം പഠിക്കുന്നില്ല. ജനങ്ങൾ അവരെ ഒറ്റപ്പെടുത്തുന്നു. ഇത്തരം വിഷയങ്ങൾ സ്വീകരിക്കുമ്പോൾ ഹിന്ദു വോട്ടുകളുടെയും മുസ്ലിം വോട്ടുകളുടെയും ഒരു കൺസോളിഡേഷൻ ഉണ്ടാക്കണം എന്ന ധാരണയിൽ ഇവർ നടത്തുന്ന ഇത്തരത്തിലുള്ള കാഫിർ സ്ക്രീൻഷോട്ട് ആയിരുന്നാലും കൗമിലെ കുട്ടിയായിരുന്നാലും അത്തരം പ്രയോഗങ്ങൾ, സിറാത്തിന്റെ പാലമായിരുന്നാലും അത്തരം പ്രയോഗങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. എന്നിട്ട് അതിനൊരു തിരുത്തു പോലും ഇല്ലാതെ ഇന്നത്തെ കാലത്ത് ഇത്തരത്തിലുള്ള ഒരു ഒരു ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു ക്രൈം അത് തെളിയിക്കാൻ ഒരുപാട് സമയത്തിന്റെ ആവശ്യമൊന്നുമില്ല. ആരാണോ അതുണ്ടാക്കിയത് അയാളുടെ കയ്യിൽ അതിന്റെ തെളിവ് ഡിജിറ്റലായി നിലനിൽക്കുന്നുണ്ട്. അത് പ്രചരിപ്പിച്ചതാരോ അയാളുടെയും നിലനിൽക്കുന്നുണ്ട്. അപ്പം കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി അത് പ്രചരിപ്പിച്ച കക്ഷിയെ ജയിലിനകത്തേക്ക് കൊണ്ടുപോയിട്ട് ആ ജയിലിൽ നിന്ന് അയാൾക്ക് ജാമ്യം കിട്ടിയിട്ട് പുറത്തു വരുമ്പോൾ അയാളെ സ്വീകരിച്ചു കൊണ്ടുപോകുന്ന നിലപാട്, അത്തരം നിലപാടുകൾ. പിന്നെ അത് മാത്രമല്ല, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ്റെ പേരാമ്പ്രയിൽ, ഞാൻ പേരാമ്പ്രയ്ക്ക് അടുത്തുള്ള പ്രദേശത്തുകാരനാണ്, ആ പേരാമ്പ്രയിൽ ഉണ്ടായിട്ടുള്ളത് കൗമിലെ കുട്ടി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി രാഷ്ട്രീയം പറയുന്നതിനപ്പുറം ഏറ്റവും നികൃഷ്ടമായ രീതിയിലുള്ള മതകീയമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തുവാനുള്ള പരിശ്രമങ്ങളാണ് ഇവർ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുന്നത്. അത് തിരുത്താനുള്ള ഒരു ശ്രമവും ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോ നിങ്ങൾ സൂചിപ്പിച്ച, അഖില ഇവിടെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, നമ്മുടെ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട്. യഥാർത്ഥത്തിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തേണ്ടത് ഏതെങ്കിലും ഇതുപോലെയുള്ള ഒരു ലോകത്തിലെ ഏറ്റവും വലിയ അയ്യപ്പ സംഗമം നടക്കേണ്ടത് മകരജ്യോതി തെളിയുന്ന ദിവസം അത് അയ്യപ്പന്റെ സവിധത്തിലാണ്, പൊന്നമ്പലമേട്ടിൽ ദീപം തെളിയുമ്പോഴാണ് എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷെ എന്നിട്ട് അതിന്റെ ഒരു ക്രെഡിറ്റ് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമം നടത്തുന്നു. ഒപ്പം ശബരിമലയിൽ കൊള്ള നടത്തിയിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു. പത്മകുമാർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, എന്നെ പുറത്താക്കിയാൽ പത്മകുമാറിന്റെ ഒരു വലിയ ഭീഷണിയുണ്ട്, ആ ഭീഷണിക്ക് മുമ്പിൽ പാർട്ടി കീഴടങ്ങുകയും ചെയ്യുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പരിപൂർണമായി നീക്കം ചെയ്യാതെ നിലപാട് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊന്നും ഒരു തിരുത്തൽ നിലപാടായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തിരുത്തൽ ഉണ്ടാവണം. ആ തിരുത്തൽ ആരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ് ഇവർ പറയുന്നത്. നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് തിരുത്തൽ ഉണ്ടാവേണ്ട ആവശ്യമില്ല, കാരണം പാർട്ടിയുടെ നേതൃത്വം ക്ലീൻ ആണ് എന്നാണ് ഗോവിന്ദ മാഷ് പറയുന്നത്. പക്ഷെ ജനങ്ങൾ പറയുന്നത് നിങ്ങൾ തിരുത്തേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ തെളിയിക്കുന്നത്. ഏതെങ്കിലും തളിപ്പറമ്പോ അല്ലെങ്കിൽ പയ്യന്നൂരോ അങ്ങനെയുള്ളത് മാത്രമല്ല, കേരളത്തിന്റെ മറ്റു മണ്ഡലങ്ങളിലും ഇതിന്റെ അനുരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ CPM-ന് സാധിക്കുമെങ്കിൽ കേരളത്തിന്റെ ഈ മതേതരമായ ഈ ഒരു ഫാബ്രിക് അത് നിലനിൽക്കും. അതില്ല എങ്കിൽ അത് തകരുന്ന രീതിയിലേക്കാണ് നമ്മൾ കാണാൻ പോകുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ശരി, ഞാൻ പുഷ്പരാജിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. ചർച്ച തുടരുകയാണ്. ശ്രീ പുഷ്പരാജ്, അയ്യപ്പ സംഗമം നടത്തിയത് ദേവസ്വം ബോർഡായിരുന്നു. പക്ഷേ അതിന് പ്രത്യക്ഷത്തിലല്ലാതെ പോലും ഒരു പിന്തുണ CPIM എന്ന പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായി, സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന പ്രചരണം നടന്നു. അതുകൊണ്ടാണ് ആ വിഷയത്തിൽ ഒരു തിരിച്ചടി ഉണ്ടായത് എന്ന വിലയിരുത്തലിലേക്കാണ് ഈ പാർട്ടി കടന്നിട്ടുള്ളത്. അപ്പോഴും കൃത്യമായി ഞങ്ങൾ ഇങ്ങനെ ഒരു സംഗമം നടത്തി, അത് തിരിച്ചടിയായി എന്ന നിലയിലേക്ക് ആ വിലയിരുത്തൽ എത്തിയിട്ടുമില്ല. ആ നിലയ്ക്കാണ് അത് പോകുന്നത്. അതിൽ താങ്കളുടെ അഭിപ്രായം വേണം. ഒപ്പം യാന്ത്രികമായാണോ MV ഗോവിന്ദൻ പെരുമാറുന്നത് എന്ന കാര്യം കൂടി ചർച്ചാ വിഷയമാവുകയാണ്. അതിൽ കൂടി പ്രതികരണം.
അഖില നേരത്തെ ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റിയില്ല എനിക്ക്, അതും കൂടി ഞാൻ പറയാം. കാരണം നേരത്തെ ചോദിച്ചു ഈ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം, അതായത് BJP-യുടെ പിന്തുണ പിന്നെ കോൺഗ്രസിന് UDF ഉണ്ടായിരുന്നു എന്നുള്ളൊരു ആരോപണം വന്നു. അതിന് ഉദാഹരണം ഇവരുടെ ആരായിരുന്നു ഈ പിന്തുണ കൊടുത്തത് എന്ന് നമുക്ക് മഞ്ചേശ്വരം ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ വോട്ടിംഗ് ഇന്നലെ പരിശോധിച്ചാൽ അറിയാൻ പറ്റും. കെട്ടിവെച്ച കാശ്, ഇവിടെ 10 വർഷം ഭരിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കെട്ടിവെച്ച കാശ് നഷ്ടപ്പെട്ടു ആ മണ്ഡലത്തില്. അതുപോലെ തന്നെ നിരവധി സ്ഥലങ്ങളിൽ കാസർഗോഡ് BJP 2ാം സ്ഥാനത്ത് വന്ന പല മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിന്റെ വോട്ടിംഗ് നില പരിശോധിച്ചാൽ അറിയാൻ പറ്റും ഇവർ ആര് തമ്മിലാണ് അഡ്ജസ്റ്റ്മെന്റ് നടത്തിയത്. ഇപ്പൊ പിന്നെ നല്ല രീതിയിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ വരെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിന്നിട്ട് അട്ടിമറിക്കാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ആരാണ് ഈ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ 10-60 വർഷക്കാലമായിട്ട് നമ്മൾ കാണുന്നതാണ് ആരാണ് ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നത്. മറ്റൊന്ന് അയ്യപ്പ സംഗമത്തെ പറ്റി. അയ്യപ്പ സംഗമം എന്തിനാണ് സംഘടിപ്പിച്ചത്? ഈ ഇവിടുത്തെ കോടിക്കണക്കിന് വിശ്വാസികളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തിക്കൊണ്ട് കേവലം 2 സ്ത്രീകളെ അവിടെ, അത് യാതൊരു ഭക്തിയോ അല്ലെങ്കിൽ യാതൊന്നും ഇല്ലാത്ത 2 സ്ത്രീകളെ ചാക്കിൽ കെട്ടിക്കൊണ്ട് അവിടെ സന്നിധാനത്ത് കൊണ്ട് ഇറക്കിയിട്ട് അത് ഇവിടുത്തെ കോടിക്കണക്കിന് ഭക്തരുടെ മനസ്സിൽ മുറിവായിട്ടുണ്ട് എന്നുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് കഴിഞ്ഞ ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് മനസ്സിലായി. അതിനെ തിരുത്താൻ വേണ്ടി അത് ഞങ്ങൾ അയ്യപ്പ ഭക്തരുടെ കൂടെയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ദേവസ്വം ബോർഡ്, നമുക്കറിയാലോ, ഇപ്പൊ ദേവസ്വം ബോർഡ് ഒരു സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ബോഡിയൊന്നും അല്ലല്ലോ. അവിടെ രാഷ്ട്രീയ നിയമനമല്ലേ നടക്കുന്നത്. അതുകൊണ്ടല്ലേ ഇപ്പൊ പത്മകുമാറും അതിനുശേഷം വന്ന പ്രസിഡന്റൊക്കെ ഇപ്പൊ കുടുങ്ങിയിട്ടിരിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടൊരു ചെപ്പടി വിദ്യ നടത്തിയതാണ്. പക്ഷെ അത് അവർ ഉദ്ദേശിച്ച ഫലം കിട്ടിയതുമില്ല. അതേ സമയത്ത് അവർക്ക് ദോഷമായിട്ട് ഭവിക്കുകയും ചെയ്തു. കാരണം അത് ഒരു വിശ്വാസിയായ എന്നെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പൻ ഇതെല്ലാം കാണുന്നുണ്ട് എന്നുള്ളത് മാത്രമേ ആ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളൂ. അതിന്റെ അനുഭവങ്ങൾ ഇനിയും വന്നുകൊണ്ടിരിക്കും, സംശയമൊന്നുമില്ല. കാരണം ഒരുപാട് ഭക്തരുടെ കണ്ണീര് ചാടിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഫലമായിരിക്കാം. വേറെ ഒന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതാണ്, ഈ തിരുത്തലിന്റെ കാര്യത്തിൽ പറഞ്ഞ സമയത്ത് ഇവിടുത്തെ ഈ നേതാക്കന്മാർ മാത്രം ഇപ്പൊ ബ്രാഞ്ച് തലങ്ങളിലാണ് ഇവര് വിശദീകരണം നടത്തുന്നത് എന്ന് പറഞ്ഞു. നമുക്കറിയാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതി മുഴുവൻ രാഷ്ട്രീയമായ വോട്ട് മാത്രമല്ലല്ലോ. അതുകൊണ്ടാണല്ലോ 5 വർഷം കൂടുമ്പോൾ മാറിയിരുന്നത്. അപ്പൊ ഈ നിഷ്പക്ഷമായിട്ടുള്ള ഇത് പാർട്ടിയെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ പാർട്ടിയെ വെറുത്തുകൊണ്ട് മാറി നിന്ന ആളുകളിലേക്ക് ഇവരുടെ ഈ വിശദീകരണം എങ്ങനെ എത്തും? അല്ലെങ്കിൽ ബ്രാഞ്ച് തലങ്ങളിലുള്ള ഇവരുടെ പാർട്ടി പ്രവർത്തകരെ ഇവർക്ക് ചിലപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കിയാൻ സാധിക്കും. ഇവര് പറയുന്നതെല്ലാം അന്ധമായിട്ട് വിശ്വസിച്ചിട്ട് ആ ക്ലാസ്സും കേട്ട് ഇരിക്കുകയായിരിക്കും. ഗോവിന്ദമാഷ ക്ലാസ് ഒക്കെ ചില ഇതിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്ക് ചിരിക്കാനാണെന്ന് തോന്നുന്നത് അദ്ദേഹത്തിന്റെ ക്ലാസ് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ. ആ ക്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി രക്ഷപ്പെടില്ല. ഗോവിന്ദമാഷ ക്ലാസ് പഠിച്ച ഒരു മാർക്സിസ്റ്റുകാരനും ആ രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്നുണ്ടെങ്കിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു കാലത്തും രക്ഷപ്പെടാൻ സാധിക്കില്ല. അപ്പോ ബ്രാഞ്ച് തലങ്ങളിൽ ഇവർ നടന്ന തെറ്റുതിരുത്തലും അല്ലെങ്കിൽ അത് പാകപ്പെടലൊക്കെ ഏറ്റുപറഞ്ഞതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളിലേക്ക് അത് എത്തില്ല. ജനങ്ങൾ ഓൾറെഡി ഈ പാർട്ടിയെ വെറുത്തു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന കാലങ്ങളിൽ ഈ പാർട്ടിക്ക് യാതൊരു ഭാവിയും ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ളതാണ്. കാരണം ആ രീതിയിലാണ് അവരുടെ അടിത്തറ ഇളകിയിരിക്കുന്നത്. അത് മാത്രമല്ല, പൊതുജനങ്ങളോടുള്ള പെരുമാറ്റം അഹങ്കാരത്തിന്റെ മൂർത്തിമ ഭാവങ്ങളായിരുന്നു മുഴുവൻ നേതാക്കളും. അവരുടെ ഉള്ളിലത്തെ അണികൾ തന്നെ അത് പറയുന്നു. ഒരു ഫോൺ ചെയ്താൽ എടുക്കില്ല, സംസാരിക്കുന്ന രീതി, ബോഡി ലാംഗ്വേജ്. ഇപ്പൊ ഈ G. സുധാകരൻ തന്നെ പുറത്തു വരാൻ കാരണം എന്താ? ഗോവിന്ദൻ മാസ്റ്റർ ബോഡി ലാംഗ്വേജ് ആണെന്നാണ് പറയുന്നത്. അപ്പോ ഈ രീതിയിൽ അഹങ്കാരത്തിന്റെ 10 വർഷം, ഒരു 5 വർഷം തുടർച്ചയായിട്ട്, 5 വർഷം കൂടി കഴിഞ്ഞ ഒരു തുടർച്ചയായിട്ട് ഭരണം കിട്ടിയപ്പോ അഹങ്കാരത്തിന്റെ മൂർധന്യത്തിൽ എത്തിയത് കൊണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇത്രയും വലിയ വീഴ്ച സംഭവിച്ചത്. ജനങ്ങളോടൊപ്പം നിൽക്കാൻ, ജനങ്ങൾക്ക് എതിരായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. അതുപോലെ തന്നെ സാധാരണക്കാരനായ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാതെ പാർട്ടി പ്രവർത്തകരുടെയും പാർട്ടി നേതാക്കന്മാരുടെയും കീശ കീർപ്പിക്കുവാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തു. അതിന്റെയൊക്കെ ഫലമാണല്ലോ ഇപ്പോ നേരത്തെ സൂചിപ്പിച്ചു. മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് ഇഡി ചെന്നു. മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് ഇഡി ചെന്നത് മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാനല്ല ചെന്നത്. അവിടെ അദ്ദേഹത്തിന്റെ മകൾ അവിടെയാണ് താമസിക്കുന്നത്. മകളുടെ പേരിലാണ് കേസുള്ളത്. അതുകൊണ്ട് മകൾ താമസിക്കുന്ന വീട്ടില് സ്വാഭാവികമായിട്ടും ഇഡി ചെല്ലും. ആ ഇഡി ഉദ്യോഗസ്ഥരെ നേതാക്കളുടെ അറിവോടുകൂടി, ഇപ്പൊ പറയുന്ന നേതാക്കളുടെ ഗൂഢാലോചന അതിലുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അവരുടെ അറിവോടുകൂടി അവരെ അപായപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു.
കേരളത്തിലെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാവാത്ത കാര്യങ്ങളാണ്. അതിന്റെ കേസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് എത്ര കണ്ട് ഇടതുപക്ഷം ആ കേസിനെ എത്ര കണ്ട് ഗൗരവത്തിൽ കാണുമെന്നുള്ളത് ഇനി കണ്ടറിയണം. കാരണം ഒരു പ്രതിക്ക് ജാമ്യം കിട്ടിയത് കോടതിയിൽ പ്രോസിക്യൂട്ടർ എന്താ സ്വീകരിച്ച നിലപാടെന്ന് നമ്മൾ കണ്ടു. ആ വിഷയത്തിലേക്കൊക്കെ ഇനി പിന്നീട് ചർച്ചയിലേക്ക് കടക്കാം. എന്തായാലും ശ്രീ ഷിജി അന്ന ജോസഫ്, ഇതിപ്പോൾ വിശാല സംസ്ഥാന സമിതി ചേരാനിരിക്കെയാണ് ഇങ്ങനെ അസ്വാരസ്യങ്ങൾ ആ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പുറത്തേക്ക് വരുന്നത്. പരാമർശം ആദ്യം നല്ല ഉറച്ചു പറഞ്ഞ ജയരാജൻ പിന്നീട് അത് കുറച്ചൊന്ന് മയപ്പെടുത്തി പറയേണ്ട സ്ഥിതി ഉണ്ടാകുന്നു സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണത്തിന് ശേഷം. ആ വിധമാണ് കാര്യങ്ങളുടെ പോക്ക് പോകുന്നത്. പിന്നീട് ഇപ്പോൾ EMSന്റെ ആ പരിപാടിക്കകത്ത് ഈ MA ബേബി ആണെങ്കിലും അവരുടെ ഏറ്റവും തലമുതിർന്ന നേതാവായിട്ടുള്ള MA ബേബി ആണെങ്കിലും തോമസ് ഐസക് ആണെങ്കിലും P രാജീവ് ആണെങ്കിലും ഒക്കെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുമുണ്ട്. അപ്പോൾ ഈ വിശാല സംസ്ഥാന സമിതിയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണോ ഈ പരാമർശങ്ങളും വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ മുന്നോട്ട് വെക്കുന്നത്? ഈ പാർട്ടി മീറ്റിങ്ങുകളിൽ എന്തൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് സംസാരിച്ചാലും ഇതൊന്നും മറ്റേ പാറയിൽ കാറ്റടിക്കുന്ന പോലെ ഇതൊന്നും ഞങ്ങൾക്ക് ഏശില്ല എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും ഇവരുടെ വഴികളിൽ തന്നെ പോവാ. ഇപ്പം ഇന്നത്തെ ഈ ചർച്ചയിൽ ശരിക്കും വേണ്ടത് ഇടതുപക്ഷത്തിന്റെ ഒരു പ്രതിനിധി ഉണ്ടായിരുന്നു. നേരത്തെ അഖില പറഞ്ഞു ശ്രമിച്ചു കിട്ടിയില്ല എന്ന് പറഞ്ഞു. കാരണം അവർക്ക് ഇത് പറയാൻ താല്പര്യമില്ല. കാരണം അവരിത് മടുത്തവരെ കൊണ്ട്. കാരണം ഇവിടെ വന്ന് എന്താണ് ഇവർക്കെതിരെ പറയാൻ ഒരുപാടുണ്ട്. പക്ഷെ പറയാൻ പറ്റാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു അവരാരും വരാതിരുന്നതെന്ന്. നമ്മൾ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ഇവരുടെ തന്നെ ഈ ദാക്ഷ്യത്തെ കുറിച്ച് പറയേണ്ട ഒരു കാര്യമുണ്ട്. തളിപ്പറമ്പ് എന്ന് പറഞ്ഞ മണ്ഡലത്തില് MLA ഓഫീസ് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് അതേ ഒരു MLA ഒന്ന് കാണാൻ 4 വർഷം ഉണ്ടായിരുന്ന MLA കാണണമെങ്കിൽ അവിടുത്തെ ലോക്കൽ സെക്രട്ടറിയുടെ ലെറ്ററുമായിട്ട് പോയാൽ മാത്രമേ അവിടെ കാണാൻ അനുവദിക്കുള്ളൂ. എന്നാൽ ഇന്ന് ഗോവിന്ദ മാസ്റ്ററുടെ MLA ഓഫീസ് ഉദ്ഘാടനം ചെയ്തിട്ട് 13 ദിവസം കഴിഞ്ഞു. മാറ്റങ്ങൾ വന്നതാണ് ഞാനിവിടെ പറയുന്നത്. കാരണം ഈ പാർട്ടി സെക്രട്ടറിയുടെ മണ്ഡലമായ തളിപ്പറമ്പില് അദ്ദേഹം അവിടുത്തെ ജനങ്ങളെ ജയിപ്പിച്ചു വിട്ട ജനങ്ങൾക്ക് ഒന്ന് നേരിക്കണ്ട് അവരുടെ പരാതികളും പരിഭവങ്ങളും ഒന്ന് ചെന്ന് പറയാൻ ഒരു അവസരം പോലും അദ്ദേഹം ഈ 4 പ്രാവശ്യം അവിടെ ഉണ്ടായിരുന്നിട്ട് പോലും ഒരുക്കിയില്ല എന്നുള്ളത് മറ്റുള്ളവർക്ക് അറിയോ എന്നറിയില്ല. അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നമ്മളെ എല്ലാവരെയും ജാതി മത ഭേദമന്യേ ഏറ്റവും കൂടുതൽ വർഗീയത എത്രത്തോളം സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ഇപ്പം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ സ്ക്രീൻഷോട്ടിന്റെ കാര്യം നമ്മൾ പറഞ്ഞാണ്. അത് ഞാൻ വീണ്ടും അതിനെ കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മളുടെ എല്ലാം മനസ്സിനെ മുറിവേൽപ്പിച്ച ഒന്ന് തന്നെയായിരുന്നു ശബരിമലയിലെ സ്ത്രീകളെ കൊണ്ടുപോകാൻ അവര് കാണിച്ച എന്താ പറയാ ധൃതിയും അവിടെ എത്തിക്കുകയും. കാരണം നമുക്ക് ഒത്തിരി വേദന ഉണ്ടാക്കി. കാരണം നമ്മൾ കേരളീയരെ സംബന്ധിച്ച് മറ്റുള്ളവരുടെ സംസ്ഥാനങ്ങളെയൊക്കെ വിട്ടോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ടിരിക്കുന്ന 41 ദിവസവും വ്രതമെടുത്ത് പരിശുദ്ധമായിട്ട് ഒരു പുണ്യഭൂമിയിലോട്ട് ഒരു ചെരുപ്പ് പോലും ഇടാതെ നടന്ന് കാനനത്തിലൂടെ പോയി അയ്യനെ കണ്ട് മടങ്ങി വരുന്ന ഭക്തി കണ്ടാണ് നമ്മളെല്ലാരും വളർന്നത്. അവിടെയാണ് ആ പുണ്യഭൂമിയിൽ അതിനെ എത്രത്തോളം മലിനമാക്കാൻ വേണ്ടി എന്താണോ അവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങൾക്ക് എതിരെ പ്രവർത്തിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് അമ്മിണിയും മറ്റു 2 പേരെയും കൂടെ പോലീസിന്റെ വേഷത്തിൽ എത്ര ഡ്രാമ കളിച്ചിട്ട് അവരെടുത്ത ഇനിഷ്യേറ്റീവ് അവിടെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവിടുക എന്ന് പറഞ്ഞപ്പോ നമ്മളുടെ കോടതി ഉത്തരവ് നടപ്പാക്കേണ്ട ഉത്തരവാദിത്വം ഒരു സംസ്ഥാന സർക്കാരിന് ഉണ്ടാകില്ലേ? അഖില, ഒരു കോടതി ഉത്തരവ് വന്നിട്ട് ഇപ്പൊ നോക്കിയാൽ നമ്മൾക്ക് അങ്ങനെ കോടതി ഉത്തരവിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം. ഇപ്പൊ കുടിയിറക്ക് ഭീഷണിയുണ്ട്. അവിടെ കോടതി ഉത്തരവ് ഉണ്ടായിരുന്നു കുടിയിറക്കണമെന്ന്. അവിടെ ഒരു സമിതി ഉണ്ടാക്കി അതിന് കോടതിയിൽ അവരുടെ ഹർജികൾ സമർപ്പിച്ച് അതിന് എതിരെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കോടതിയോട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ സമീപിക്കാൻ പറ്റും. കാരണം ഒരു കോടതി ഉത്തരവായതുകൊണ്ടാണ് ഞാൻ അതിനെ അങ്ങനെ സംസാരിക്കാത്തത്. പക്ഷെ നമ്മൾ ഒന്ന് ചിന്തിക്കണം, നമ്മൾ അതിനെ അതേ രീതിയിൽ വേണ്ട രീതിയിൽ കോടതി സമീപിച്ചിരുന്നെങ്കിൽ. കാരണം ആ പുണ്യഭൂമിയുടെ പവിത്രത അറിയാഞ്ഞിട്ടൊന്നുമല്ല പറഞ്ഞ ഇവരുടെ ദൃഢമായിട്ടുള്ള ആവശ്യങ്ങള് ഇവരും കൂടി കൊടുക്കും. സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയോട് കൂടി തന്നെയാണ് സ്ത്രീകൾ കോടതിയെ സമീപിച്ച് അവിടുന്ന് അതിനുള്ള അപ്രൂവലും വാങ്ങിച്ചു കൊണ്ടുപോയത്. എന്നാലും അത് വേണ്ടിയിരുന്നുണ്ടോ? നമ്മൾ ആ വിധത്തിലുള്ള വിലയിരുത്തലിലേക്കൊന്നും കടക്കേണ്ട ആവശ്യമില്ല ഷിജി. അതുപോലെ 2 പേർ അവർക്ക് ആഗ്രഹമുണ്ട് അയ്യപ്പന്റെ സന്നിധിയിൽ കയറാൻ എന്നൊരാവശ്യവുമായി സംസ്ഥാന സർക്കാരിനെ സമീപിക്കുന്നു. കോടതി അതിന് അനുകൂലമായ ഒരു ഉത്തരവ് വന്നതിന് ശേഷമാണ് സമീപിക്കുന്നത് പോലും. അപ്പോൾ അവരെ അതിന് അനുവദിക്കുക എന്നുള്ളത് ഒരു അവരുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത് അതുപോലെ തന്നെയുള്ള
അതുപോലെ തന്നെയുള്ള ഓരോ കാര്യങ്ങളിലും ഇവർ എവിടെയാണ് വ്രണപ്പെടുത്താൻ അവരവരുടെ വിശ്വാസത്തെ എങ്ങനെയൊക്കെയാണ് മുറിപ്പെടുത്താൻ വ്രണപ്പെടുത്താൻ പറ്റുക എന്നുള്ളത്. കാരണം വിശ്വാസത്തിൽ ഇവർക്കുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ഇന്നും അച്ഛൻ മത്സരിച്ചപ്പോ മകൻ ഗുരുവായൂർ പോയി തൊഴുത് നമ്മളെല്ലാം കണ്ടതാണ്. അപ്പൊ അവർക്കെല്ലാം ആവാം, എന്നാൽ അവരുടെ കൂടെയുള്ള അവരുടെ അണികൾ ഇതൊന്നും പാടില്ല. ടി ഗോവിന്ദൻ മാസ്റ്റർ ഇതേ മത്സരിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോ വധഭീഷണിയായിരുന്നു. അദ്ദേഹം ഓരോ സ്ഥലത്തും പ്രചരണത്തിന് ഇറങ്ങിയപ്പോ പോലീസിന്റെ അകമ്പടിയോട്, കാരണം ജീവന ഭീഷണി ഉള്ളതുകൊണ്ടാണ്. ഇവരെ അംഗീകരിച്ചില്ലെങ്കിൽ, ഇവര് പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ ഇവർ കൊന്നുകളയും. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ TP വധക്കേസ്. അന്ന് നമ്മൾ കണ്ടതിൽ അച്യുതാനന്ദൻ നിറ കണ്ണുകളോട് കൂടി ആ അമ്മേനെയും അദ്ദേഹത്തിന്റെ സമയക്കുറവുണ്ട്, ഞാനൊന്ന് ഇടപെടുകയാണ്. ഖാദർകുട്ടി, ഈ വർഗവഞ്ചകൻ എന്ന പരാമർശം അത് പാർട്ടിയെ തന്നെ തിരിഞ്ഞുകൊത്തുന്ന വിധത്തിലേക്ക് ആണോ ഇപ്പോൾ പോകുന്നത്? ഈ പാർട്ടിയിൽ നിന്ന് പോയവരെ ആ പരാമർശം വെച്ച് കാണിച്ചുകൊണ്ട് പ്രതിരോധിക്കാൻ കഴിയുമോ പാർട്ടിക്ക്? അങ്ങനെ ഒരു പ്രതിരോധം സാധ്യമാണോ? അത് പരിശോധിക്കുമ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. കാരണം കുലംകുത്തിയും വർഗവഞ്ചകനും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് കുലംകുത്തിയാണ് കുറച്ചുകൂടി തീവ്രത കൂടിയത് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അതുപോലെ തന്നെ ഗോവിന്ദൻ മാഷും TK ഗോവിന്ദനും VK കുഞ്ഞികൃഷ്ണനും അത് ഇന്ന് MLA-മാരായി കേരളത്തിന്റെ മണ്ണിലൂടെ നടക്കുന്നുണ്ട്. പക്ഷേ ചന്ദ്രശേഖരൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല. ചന്ദ്രശേഖരനും ഇതുപോലെ പാർട്ടിയെ ചോദ്യം ചെയ്യുകയും പാർട്ടിയുടെ നിലപാടുകൾക്ക് എതിരായി നിലനിൽക്കുകയും ചെയ്തതായിരുന്നു. പക്ഷേ അത് പാർട്ടിക്കൊപ്പം നിന്നുകൊണ്ട് തന്നെ തീവ്രമായ രീതിയിൽ പാർട്ടിയെ തിരുത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളായിരുന്നു TP ചന്ദ്രശേഖരൻ നടത്തിയത്. പക്ഷേ TPക്കുണ്ടായ അനുഭവം ഇവർക്ക് ഇന്നത്തെ അത്തരം വിവാദങ്ങൾ അല്ലെങ്കിൽ അത്തരം പ്രതിഷേധങ്ങൾ ഉയർത്തുന്ന ആളുകൾക്ക് ഇല്ലാതെ പോകുന്നുവെങ്കിൽ TP കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇവർക്ക് മുമ്പിൽ ഒരു വലിയ മതിലായി നിലനിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. TPയുടെ രക്തസാക്ഷിത്വം വെറുതെ ആയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന്റെ വീറും അതിന്റെ കരുത്തും ഇന്നും കേരളീയ സമൂഹത്തിൽ അല്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്നു. TP ഉയർത്തിയ ആ മുദ്രാവാക്യം കേരളത്തിന്റെ മണ്ണിൽ നിലനിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോ ഈ വിഷയം ചർച്ച ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് പാർട്ടിയുടെ നേതാക്കളുടെ മാനസികാവസ്ഥ, ആ മാനസികാവസ്ഥയെക്കുറിച്ചും അവരുടെ നിലപാടിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ വിനോദിനി ബാലകൃഷ്ണന്റെ അഭിപ്രായത്തെ അല്ലെങ്കിൽ അവര് ഈ രാജ്യത്തെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. എൻ്റെ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല, എൻ്റെ വീട്ടിലേക്ക് വന്നില്ല, എൻ്റെ കാര്യങ്ങൾ എന്ത് എന്ന് അന്വേഷിച്ചില്ല എന്ന് പറയുന്നത് കോടിയേരി ബാലകൃഷ്ണനെ പോലെ പരിണിതപ്രജ്ഞനായ CPM-ന്റെ എതിരാളികളും CPM-ന്റെ അനുയായികളും ഒരുപോലെ ബഹുമാനിക്കുന്ന ഒരു നേതാവ് എത്തിയില്ല. ആ നേതാവ് ഇന്നും നേതൃരംഗത്ത് വിളങ്ങി നിൽക്കുന്നുണ്ടോ? ഇന്നും G സുധാകരന്റെ പ്രസ്താവനയിൽ ഇന്നും അദ്ദേഹം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നുണ്ടോ? അദ്ദേഹത്തെ കുറിച്ചാണോ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ നേതൃത്വത്തെ കുറിച്ചാണോ നമ്മൾ ചർച്ച ചെയ്യുന്നത്? എങ്കിൽ വിനോദിനി ബാലകൃഷ്ണന്റെ പ്രസ്താവന അല്ലെങ്കിൽ അവരുടെ ഒരു ആത്മഗതം അത് വലിയ ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവര് ഗ്രാസ് റൂട്ട് ലെവലിലേക്ക്, ഞാൻ പറയുന്നത് താഴേക്കിടയിലേക്ക് എന്ന അർത്ഥത്തിലല്ല, നേതാക്കളുടെ സമീപനങ്ങളിൽ അവരുടെ നേതൃമണ്ഡലത്തിൽ ഇവർ വലിയ തിരുത്തലിന് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ മുന്നോട്ട് പോയാൽ കേരളം ഒരുപക്ഷെ ഇവർക്ക് ഇനി ഒരു ബാലികേറാ മലയായി മാറുമോ എന്ന് എനിക്ക് തോന്നുകയാണ്. പിന്നെ അതുപോലെ തന്നെ അഖില സൂചിപ്പിച്ച വേറൊരു കാര്യം ഉണ്ടായിരുന്നു. BJPയുടെ പ്രതിനിധിയോട് പറഞ്ഞപ്പോൾ സൂചിപ്പിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു. BJPയും UDF-ഉം തമ്മിൽ ഡീലുണ്ടാക്കി എന്ന ആരോപണങ്ങളൊക്കെ. ഇപ്പോ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഐക്യജനാധിപത്യ മുന്നണി ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നു. ആ ശ്രമത്തിന് യഥാർത്ഥത്തിൽ പിന്തുണ നൽകേണ്ടിയിരുന്നത് ഇടതുപക്ഷമാണ്. ഈ പറയുന്ന വീര്യത്തിലും ഈ പറയുന്ന ആവേശത്തിലും ഇവർ BJPയെ എതിർക്കുന്നുവെങ്കിൽ
അവർ ഒന്നിക്കേണ്ടിയിരുന്ന ഒരു സാഹചര്യം കേരളത്തിന്റെ ശരി, ആ വിധത്തിലൊക്കെ വിമർശനങ്ങൾ പോകുന്നുണ്ട്. സമയക്കുറവുണ്ട്. ശ്രീ പുഷ്പരാജിലേക്ക് എനിക്ക് ഇപ്രാവശ്യം എത്താൻ ഇനി ഒരിക്കൽ കൂടി എത്താനുള്ള സമയമില്ല. എന്തായാലും ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇടതുപക്ഷം ഇല്ലാത്തൊരു കേരളത്തെക്കുറിച്ച് ഒരു മലയാളിയും സ്വപ്നം കാണില്ല. തിരുത്തണം, തിരുത്തി തിരിച്ചു വരണം എന്ന് തന്നെ പറയാനുള്ളൂ. ജനങ്ങൾ മുന്നോട്ട് വെക്കുന്ന, അവരുടെ അണികൾ തന്നെ മുന്നോട്ട് വെക്കുന്ന തിരുത്തലുകൾക്ക് വിധേയമായിക്കൊണ്ട് തിരുത്തി തന്നെ മുന്നോട്ട് വരണം എന്ന് തന്നെ പറയാനുള്ളൂ. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ശുഭരാത്രി. You are watching Big TV without fear or favor.